ഹലോ. ബിസി ലൈഫിൽ നിന്ന് 2 ദിവസം ബ്രേക്ക് എടുത്തൊന്ന് മാറി നിന്ന് റിലാക്സ് ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ അതിന് പറ്റിയൊരു ഓപ്ഷനാണ് വർക്കല. ക്ലിഫ് സൈഡിൽ തന്നെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഹോം സ്റ്റേസും റിസോർട്ട്സും ഒക്കെ അവൈലബിൾ ആണ്. ക്ലിഫ് സൈഡിൽ തന്നെയുള്ള ഒരു റിസോർട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് നൈറ്റ് ലൈഫും അതുപോലെ തന്നെ ഏർലി മോർണിംഗ് സൺറൈസും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അവിടെ കുറേ അധികം എസ്തെറ്റിക് കഫേസ് ഉണ്ട്. നമുക്ക് റിലാക്സ് ആയിട്ടുള്ള ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഒരുപാട് ഫോറിനേഴ്സ് വരുന്നൊരു സ്പോട്ടായതുകൊണ്ട് തന്നെ മൾട്ടി ക്യൂസൈൻസും അവൈലബിൾ ആണ്. ഇനി ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും അതുപോലെ തന്നെ സോനിയർ ഐറ്റംസും കിട്ടുന്ന ഷോപ്പുകളും ഉണ്ട്. വർക്കലയിലെ നൈറ്റ് ലൈഫ് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. സന്ധ്യ കഴിയുമ്പോൾ മുതൽക്ക് ഏറെക്കുറെ എല്ലാ കഫേകളിലും ലൈവ് മ്യൂസിക് ബാൻഡ് ആരംഭിക്കും. ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് മ്യൂസിക് എൻജോയ് ചെയ്തിരിക്കാം. ഇനി പാട്ട് പാടാൻ അറിയാവുന്നവർക്കാണെങ്കിൽ പാട്ട് പാടാം അവരോടൊപ്പം. അതല്ലെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യാം. നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗിൽ നമ്മൾ മാംഗ്രോവ് വില്ലേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മാംഗ്രോവ് വില്ലേജിൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കയാക്കിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ തന്നെ കയാക്കിങ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ വള്ളമാണ് എടുത്തത്. കയാക്കിങ് എടുത്താൽ നമ്മൾ കയാക്കിങ് ചെയ്യണ്ടേ, നമുക്ക് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കയാക്കിങ്ങിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നമുക്കൊരു ക്ലാസ് തരും. അതിന് ശേഷമാണ് നമ്മൾ കയാക്കിങ്ങിന് ഇറങ്ങുക. അതുപോലെ ഒരു ടീമായിട്ടായിരിക്കും പോവുക. ടീമിൽ 1-2 അവരുടെ എക്സ്പേർട്ടായിട്ടുള്ള ട്രെയിനേഴ്സും ഉണ്ടായിരിക്കും. അവരാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൽ നിന്ന് തന്നെ ബൈക്കും റെൻറ്റിനെടുത്തു. അത് പ്രീ ബുക്ക്ഡ് ആയിരുന്നു. ബൈക്കും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്തിടത്തുനിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു മാംഗ്രോവ് വില്ലേജ്. മാംഗ്രോവ്സ് കാണാൻ പോകുമ്പോൾ ഏറ്റവും നല്ലത് ഏർലി മോർണിംഗിൽ പോകുന്നതാണ്. ഇളം വെയിലും കണ്ടൽക്കാടിനിടയിലെ തണുപ്പും. നല്ല വെയിലാവുന്നതിന് മുമ്പ് തിരിച്ച് നമുക്ക് എത്തുകയും ചെയ്യാം. ശേഷം മാംഗ്രോവ് വില്ലേജിനുള്ളിൽ തന്നെ കുറേ ഇൻഡോർ ആക്ടിവിറ്റീസും ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം. വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാതെ ഒരു പീസ്ഫുൾ വെക്കേഷനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ വർക്കല ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ജെറ്റ് സ്കീ, പാരാസെയിലിംഗ്, ബനാന ബോട്ട് റൈഡ്, സർഫിംഗ് പോലുള്ള വാട്ടർ സ്പോർട്സും ക്ലിഫിൽ അവൈലബിൾ ആണ്. ഒക്ടോബർ ടു മാർച്ച് ആണ് ബെസ്റ്റ് സീസൺ ടു വിസിറ്റ് വർക്കല. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.